ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷും മഹിയും അതുപോലെ ദേവ്ജിയും കൂടിയും കൺമണി ഉണ്ടാക്കിയിട്ടുള്ള പായസം ആസ്വദിച്ച് കുടിക്കാട്ടോ. അതിനുശേഷം തന്നെ അവർ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. ആ സമയത്ത് തന്നെ കൃഷി പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിലേ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരാട്ടോ എന്ന് പറയുന്നുണ്ട്. ഇല്ല കൺമണി, അവൻ വരില്ല എന്ന് മഹി ഉറപ്പിച്ച് പറയുന്നു കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ദേവ്ജിയാണ് കേട്ടോ. സാഗറാണെങ്കിൽ ദേവ്ജിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞാനും സുജുവും കൂടി എന്തായാലും നാട്ടിലേക്ക് വരിക കേട്ടോ ദേവ്ജി. അതെന്താ സാഗർ ഇത്ര പെട്ടെന്ന് തന്നെ വരാൻ കാരണമെന്ന് ചോദിക്കുമ്പോഴത്തേനും ബലരാമൻ്റെ കേസ് പിൻവലിക്കാൻ പോവുകയാണ്. അതെന്താ, കൃപമോൾ സംസാരിച്ചു. അവൾ ആദ്യം പറഞ്ഞത് ആ കേസ് പിൻവലിക്കണം എന്നുള്ളതാണ്, അവളുടെ ആഗ്രഹമാണ്. അവൾ എന്താ മനസ്സിൽ കണ്ടിട്ടുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വരികയാണ് കേട്ടോ. എനിക്കത് ചെയ്തേ പറ്റുള്ളൂ ദേവ്ജി എന്ന് പറയാം കേട്ടോ. എത്രയും പെട്ടെന്ന് ഞങ്ങൾ നാട്ടിലെത്തും പറയുന്നു. ഇത് കേൾക്കുന്ന ദേവ്ജിക്ക് ഒരു കണക്കിന് പറഞ്ഞാൽ സന്തോഷമാണ്. സാഗറിൻ്റെയും സുജുവിൻ്റെയും ആദ്യത്തെ മകനാണ് ബലരാമൻ. അവൻ ജയിലിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടവനല്ല. പക്ഷേ ഒരു കാര്യത്തിൽ വിഷമമുണ്ട്. കൃഷ് പക വീട്ടാനായിട്ട് നടക്കുകയാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ച് കണ്ടാൽ പ്രശ്നം കൂടുതൽ വഷളാവും. കൃഷും ബലരാമനും കൂടി ഒരുമിച്ച് അടി കൂടിയാൽ അത് കൂടുതൽ പ്രശ്നമാണ്. ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് അവർ എന്ന രീതിയിലൊക്കെ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. ഇതെല്ലാം തന്നെ കൺമണിയോട് പറയാം. എന്താ സാർ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ബലരാമനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് സാഗർ വരുന്നുണ്ട് എന്ന് പറയുന്നു. അത് നല്ല കാര്യമല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട്, അവർക്ക് അറിയില്ലല്ലോ അത് അവരുടെ മകനാണെന്നും കൃഷിന് അറിയില്ല അവൻ്റെ ചേട്ടനാണെന്നുള്ളതും. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ കൃഷി ബലരാമനെ വെറുതെ വിടില്ല. അവനെ നേരെ എന്താ ചെയ്യാമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ട് കൃഷിൻ്റെ കാര്യത്തിലെന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകൂടി വിഷമത്തോടെ നിൽക്കാട്ടോ. പിന്നെയും ബാലുവിനെയും സുമിത്രയും കാണിക്കുന്നുണ്ട്. ബലരാമൻ്റെ മനസ്സിൽ അങ്ങനെ വിഷവിത്തുകൾ പാകുകട്ടോ അവർ ചെയ്യുന്നത്. അങ്ങനെ അച്ഛന് തീരെ സുഖമില്ല, നീ കണക്ക് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് കണക്ക് ചോദിച്ചില്ല. സാഗറും സുജാതയ്ക്കെതിരെ നീ ഒരു നീക്കം നടത്തിയില്ല. ഞങ്ങൾ നിനക്ക് വേണ്ടല്ലോ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നു. അച്ഛന് വയ്യാണ്ടായി എന്ന് അറിഞ്ഞതുകൂടി തന്നെ ബലരാമന് സാഗറും സുജാതയും തൻ്റെ മനസ്സിലുള്ള സ്ഥാനം മറന്നതിന് ശേഷം തന്നെ അവരോടുള്ള പകയാണ് കേട്ടോ കൂടുതലായിരിക്കുന്നത്. സാഗറും സുജുവും കൂടി നാട്ടിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വിഷവിത്തുകൾ പാകി നിറച്ചിരിക്കുകയാണ് ബലരാമനെ. ഇനി അവരുടെ കൊല്ലാനുള്ള ദേഷ്യമാണ് കേട്ടോ ബലരാമനുള്ളത്. പിന്നീട് ആൻ്റിയമ്മയെ അതുപോലെ തന്നെ മാനസയെ കാണിക്കുന്നു. മാനസ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, കൺമണി അവളുടെ ഫ്രണ്ട്സും കൂടി എന്നെ അപമാനിച്ചു, അവൾക്കുള്ള തിരിച്ചടി എനിക്ക് കൊടുക്കണമെന്ന് പറയുന്നു. ആനിമ പറയുന്നുണ്ട്, അതിനൊരു വഴിയുണ്ട്. മാത്രമല്ല കൃഷിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണം. അതിന് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കാട്ടോ. അപ്പോഴത്തേനും അതെന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടി വരും ആൻറ്റിയമ്മേ, എന്നാൽ പെട്ടെന്നാവട്ടെ, എന്നാലാണ് അവൾക്ക് പണി കൊടുക്കാൻ എനിക്ക് സാധിക്കുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും കൃഷ്ണയും മഹിയാട്ടോ കാണിക്കുന്നത്. മഹിയാണെങ്കിലോ നല്ല സ്നേഹത്തോടു കൂടി സംസാരിക്കുക കൃഷ്ണനോട്. കൃഷ്ണാണെങ്കിലോ കൺമണി എന്ന് പറഞ്ഞ് ജീവൻ കളയാൻ നിൽക്കുകയാണ് ഇപ്പോൾ. അതിനുശേഷം തന്നെ നീ നന്നായിട്ട് തന്നെ അവളോട് സംസാരിക്കുന്നുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ എന്താണ്, എന്താ നീ ഉദ്ദേശിക്കുന്നത്? എടാ എത്ര മക്കൾ വേണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്, അതൊക്കെ പ്ലാൻ ചെയ്തോ നിങ്ങളെന്ന് ചോദിക്കുന്നു. ഇവൻ്റെ ഒരു കാര്യം എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും കൃഷ്ണൻ കൺമണി ഒരുപാട് സ്നേഹിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് ഒരുപാട് ആൾക്കാർ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. പക്ഷേ ഇതെല്ലാം മറികടക്കുന്നിട്ട് അവരെന്തായാലും ഒന്നാവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രൊമോ കഴിയാണ്. നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട്